റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. ഒരു സ്ത്രീ നേരിട്ട ചൂഷണം, അത് ഒന്നിലധികം പേരിൽ നിന്നാണ്. സംസ്ഥാന പോലീസിലെ ശ്രേണി വ്യത്യാസമനുസരിച്ച് പോയ ഒരു ബലാത്സംഗ ശൃംഖലയാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്ന ആ വലിയ വാർത്ത. പേരുകളടക്കം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത്. ഇവരുടെ പരാതിയിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് എടുക്കാൻ പോകുന്ന നടപടി എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ടി വി പ്രസാദ് ആണ് പരാതിക്കാരിയുമായി സംസാരിച്ചത്. ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ്. കേരളത്തെ പിടിച്ചുകുലുക്കുന്ന വാർത്ത എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അതെന്താണെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒരു സ്ത്രീയുടെ അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ട ദുരനുഭവത്തിന്റെ അങ്ങേയറ്റമാണ്. നീതി തേടിയെത്തിയ പോലീസുകാരിൽ നിന്ന് അവരെ പീഡിപ്പിച്ചതിന്റെ വിവരങ്ങൾ അവർ വെളിപ്പെടുത്തുന്ന വാർത്തയാണ് ഈ രാവിലെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വന്നത്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. അതിലിപ്പോൾ സസ്പെൻഷനിലായ SP സുജിത് ദാസിന്റെ പങ്കാളിത്തം വളരെ വലുതാണ് എന്ന് വ്യക്തമാക്കുന്നതല്ലേ അവരുടെ വെളിപ്പെടുത്തൽ. പ്രസാദ്. ഗുഡ് മോർണിംഗ് സുജയ പറഞ്ഞതുപോലെ തന്നെ ഇത് കേരളം ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. ഒരു യുവതി പരാതിയുമായി എനിക്ക് പിറകിൽ കാണുന്ന ഈ പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ CI വിനോദ്, അന്ന് CI ആയിരുന്ന വിനോദ്, അന്ന് ഇവിടെ നിന്ന് പരാതിയിൽ റെസിപ്റ്റ് കൊടുക്കാതെ, പരാതി സ്വീകരിക്കാതെ ഞാനത് നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. അന്ന് വൈകിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോകുന്നു. ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരുടെ ഒരു പെൺസുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ പെൺസുഹൃത്തിൻ്റെ മകളുണ്ടായിരുന്നു. ഇവരുടെ മകനുണ്ടായിരുന്നു. ഇവരുടെ മുന്നിൽ വെച്ച് മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയതിനു ശേഷം അവരെ ഉപദ്രവിക്കുന്നു. എന്നിട്ട് പുറത്തിറങ്ങിയ സമയത്ത് ഇവരുടെ സുഹൃത്ത് ഈ CI വിനോദിനെ തടഞ്ഞു നിർത്തി പറയുന്നു, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം. ഒന്നും കൂസാത്ത പോലെ ആ CI പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് ആ CIയെ വിളിച്ചു കിട്ടുന്നില്ല. പിന്നീടാണ് കേരളത്തെ ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. ആ CIയുടെ നേതൃത്വത്തിൽ DYSPക്കും SP-ക്കും ആ യുവതിയെ കാഴ്ചവെക്കുന്ന നിലയിലേക്ക് നമ്മുടെ പോലീസ് സംവിധാനം മാറി എന്നുള്ളതാണ്. മലപ്പുറത്ത് ആരോരുമില്ലാത്ത ഒരു സ്ത്രീയെ, ഭർത്താവ് വിദേശത്തുള്ള ഒരു സ്ത്രീയെ അവരുടെ വീടിൻ്റെ പരാതി പറയാൻ പോയ സമയത്താണ് ക്രൂരമായ ചൂഷണത്തിന് പൊന്നാനി പോലീസിലെ അന്നത്തെ CI ആയ വിനോദ് ചൂഷണം ചെയ്തത്. അതിനുശേഷം DYSP VV ബെന്നിയോട് പരാതി പറയാൻ പോകുന്നു. VV ബെന്നി അവരോട് പരാതി പറയാൻ പോയ സമയത്ത് ഉപയോഗിച്ച വാക്ക് നമ്മൾ ശ്രദ്ധിച്ചു, തേഞ്ഞു പോകില്ലല്ലോ എന്ന്. അവരുടെ ഒരു കീഴുദ്യോഗസ്ഥൻ ചെയ്ത തോന്നിയവാസം DYSPയോട് പറയാൻ പോയപ്പോൾ അന്നത്തെ തിരൂർ DYSP ആയിരുന്ന VV ബെന്നി പറഞ്ഞ വാക്കുകളാണ് സുജയ നമ്മൾ കേട്ടത്. അതിനുശേഷം VV ബെന്നി ഒരാഴ്ച കഴിഞ്ഞ് ഇവരുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചെത്തുന്നു. അവിടെ വെച്ച് സംസാരിക്കുന്നു. മകനില്ലാത്ത സമയത്ത് ഈ യുവതിയെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നു. പ്രതിരോധിച്ചത് കൊണ്ട് മാത്രം വിനോദിൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്ന യുവതിക്ക് DYSPയുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നില്ല. പക്ഷേ ആ സമയത്തും വിനോദിനെതിരായ പരാതി ഒത്തുതീർക്കുന്നതിന് വേണ്ടിയാണ് അന്ന് DYSP അവിടെ VV ബെന്നി അവിടെ എത്തിയതെന്ന് യുവതി നമ്മളോട് വെളിപ്പെടുത്തുകയാണ്. പിന്നീടും നിരന്തരം VV ബെന്നിയെ ബന്ധപ്പെട്ട സമയത്തും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പരാതിക്കാരി പറയുന്നത്. അതിനുശേഷം സംഭവിച്ചതോ SP-യുടെ ഓഫീസിലേക്ക് പോകുന്നു മകനെയും കൂട്ടി. പിന്നീട് SP പറയുന്നു ഇനി മകനെ കൂട്ടരുതെന്ന് പറയുന്നു. പിന്നീട് അജ്ഞാത കേന്ദ്രത്തിൽ വെച്ച് 2 തവണ മൃഗീയമായ ചൂഷണം ഈ പരാതിക്കാരി ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അവിടെ വെച്ച് ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് കാഴ്ചവെക്കാനുള്ള ഹീനമായ ശ്രമവും SP സുജിത് ദാസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഏറ്റവും അവസാനം ഒരു 500 രൂപ ഈ സ്ത്രീക്ക് നേരെ വെച്ച് നീട്ടുകയാണ്. അത് വലിച്ചെറിഞ്ഞുകൊണ്ട് തൻ്റെ മാനവും കൊണ്ട് ആ യുവതി അവിടെ നിന്ന് പടിയിറങ്ങുന്നു. ചുരുക്കത്തിൽ പൊന്നാനി പോലീസിലെ അന്നത്തെ CIക്ക് ഒരു പരാതി കൊടുക്കുമ്പോൾ CI ആ പരാതി പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല സുജയ, DYSPക്കും SP-ക്കും ആ സ്ത്രീയെ കാഴ്ചവെക്കുന്ന നിലയിലേക്ക് ഒരു ബലാത്സംഗ ശൃംഖല സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്ത്രീയുടെ 3 പരാതികൾ, 3 ഗൗരവമുള്ള പരാതികളാണ് ഈ സേന പോലീസിലെ ഉന്നതർ മുക്കിയത് എന്നുള്ളതാണ്. അതിൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ സങ്കടത്തോടെ ഈ സ്ത്രീ ജീവിച്ചു പോരുകയായിരുന്നു. അതിനിടയിലാണ് ഈ പോലീസിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നതും ഇത് പറയാനുള്ള
ധൈര്യം അവർക്കുണ്ടായതും അങ്ങനെയാണ് നമ്മളോടവർ മനസ്സ് തുറക്കുന്നത്. ഈ പറഞ്ഞതെല്ലാം ഈ സ്ത്രീ അനുഭവിച്ചതാണ്. ഇത്രയേറെ അരക്ഷിതമായ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്ന നിലയിൽ ചില പോലീസ് ഉന്നതർ മാറുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. CI വിനോദ്, പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്, SP ആയിരുന്ന സുജിത് ദാസ്, TV പ്രസാദ് SP ആയിരുന്ന സുജിത് ദാസ് ഇപ്പോൾ സസ്പെൻഷനിലാണ്. 2022 നടന്ന സംഭവം ഈ 2 വർഷം കഴിഞ്ഞ് അവർക്ക് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയത് സുജിത് ദാസിന്റെ ആ ഒരു പവർ കുറയുന്നു എന്ന് മനസ്സിലാക്കിയ ഒരു ഘട്ടത്തിലാണോ? കാരണം അവരെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തുക, വാട്സാപ്പ് വഴി അവരെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക, അതിൽ കൃത്യമായി ഇവരോട് നിങ്ങൾ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവൻ ഉണ്ടാകില്ല, മക്കളുള്ള ഒരു സ്ത്രീ, അവർക്ക് ഈ അവകാശ തർക്കത്തിലുള്ള വീട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആദ്യം ബലാത്സംഗത്തിന് വിധേയയാക്കുന്നു. അതിനുശേഷം തുടർന്നുള്ള പരാതികളിന്മേൽ ഈ വിനോദിനെതിരായ ബലാത്സംഗത്തിൽ നൽകിയ പരാതിയടക്കം അത് കൃത്യമായി മുകളിലേക്ക് പോകാതെ അത് ചവിട്ടി വെക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനുകളിൽ നടന്നത്. പ്രസാദ് തന്നെയാണ് സുജയ, അത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ ഗതികേട് മുതലെടുക്കുകയായിരുന്നു സുജയ. ഈ യുവതിക്ക് ഒരു വീടുണ്ട്, അത് കുടുംബത്തിൻ്റെ ഷെയർ ഉൾപ്പെട്ട ഒരു വീടാണ്. അവരോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ആ വീട് തനിക്ക് വേണ്ടി വാങ്ങിത്തരണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. തേങ്ങ വീണ് തകർന്ന, ദ്രവിച്ചു തുടങ്ങിയ ആ വീടിൻ്റെ ആ ശോചനീയാവസ്ഥ നമ്മൾ കണ്ടതാണ്. അതൊന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് പൊന്നാനി സ്റ്റേഷനിലേക്ക് അവർ നേരിട്ട് ഇവിടെ വന്നതും പരാതി കൊടുക്കുന്നതും. ഒരു റെസിപ്റ്റ് പോലും കൊടുത്തില്ല. കേരളത്തിൽ പോലീസ് ഉന്നതർ വിചാരിച്ചാൽ ഏത് പാവങ്ങളുടെയും പരാതി മുക്കി അവരെ ചൂഷണം ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് ഈ സേന മാറുന്നു എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ സംഭവം. സുജിയ, കഴിഞ്ഞ 2 വർഷത്തിനിടെ എന്നിട്ടും ഒരു നടപടിയും ആർക്കെതിരെയും ഉണ്ടായില്ല. CI വിനോദിന് കിട്ടിയ ആ പരാതി എവിടെ? CI വിനോദിനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ VV ബെന്നിക്ക് കൊടുത്ത ആ പരാതി എവിടെ? SP സുജിത് ദാസിന് കൊടുത്ത ആ പരാതി എവിടെ? 3 പരാതികളിലും റെസിപ്റ്റ് ഇല്ല, നടപടിയില്ല. ഒടുവിൽ ഈ 3 ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിന് വിധേയമാവേണ്ട നിലയിലേക്ക് ഒരു യുവതി മലപ്പുറത്ത് മാറുന്നു. ഇത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു പൊതുസമൂഹത്തിന്റെ പ്രതിഫലനമാണ് നമ്മുടെ കമന്റ് ബോക്സിലടക്കം നമ്മൾ കാണുന്നത്. തുടർച്ചയായ ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമമാണ്, അതും ലൈംഗിക അതിക്രമമാണ് അവിടെ നടന്നിരിക്കുന്നത്. അവരിപ്പോൾ ഒരു പരാതിയുമായി രംഗത്തേക്ക് വരികയാണെങ്കിൽ അതിനൊപ്പം നിൽക്കുക എന്നത് മാത്രമാണ് പൊതുസമൂഹത്തിനും നമുക്കും ഉത്തരവാദിത്തപ്പെട്ട ഒരു വാർത്താ മാധ്യമം എന്ന നിലയിൽ പ്രസാദ് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഞാൻ കേട്ടതാണ്, പ്രേക്ഷകരും അത് കേട്ടതാണ്. ഈ പരാതിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണോ? ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴാണ് എനിക്കതിന് ധൈര്യം കിട്ടിയതെന്നാണ് അവർ പറയുന്നത്. അതിജീവിതർക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ സർക്കാർ സംവിധാനം ഇനി ഇതിലെടുക്കാൻ പോകുന്ന ആക്ഷൻ അതാണ് അറിയേണ്ടത്. അതോ പോലീസിലെ ഉന്നതരായതുകൊണ്ട് പിണറായി വിജയനെ അങ്കിൾ എന്നാണ് വിളിക്കുന്നതെന്നാണ് ഈ സുജിത് ദാസ് ഈ സ്ത്രീയോട് പറഞ്ഞിരിക്കുന്നത്. പിണറായി അങ്കിളാണ് എന്നാണ് സുജിത് ദാസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുജിത് ദാസിന് അങ്ങനെയുള്ള ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുമോ എന്ന് പോലും അവർ ഭയന്നിട്ടുണ്ടാകും, അല്ലേ പ്രസാദ്? ഉറപ്പായും സുജയ, അതായത് ഇവർ വലിയ അധികാരമുള്ളവരാണ്. നാട്ടിൻപുറത്തെ ഒരു പാവപ്പെട്ട സ്ത്രീയെ സംബന്ധിച്ച് ഇവരെല്ലാം വലിയ ശ്രേണിയിലിരിക്കുന്നവരാണ്. പക്ഷെ എന്നിട്ടും അവർ SP വരെ എത്തി എന്നുള്ളതാണ്. അത് അവരുടെ ഗതികേടായിരിക്കണം. SP വരെ അവരെത്തി, പക്ഷെ എന്നിട്ടും നീതി കിട്ടിയില്ല. ഇനി ആരോട് എന്നുള്ളത് ഈ യുവതി എങ്ങനെ അറിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ആ യുവതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. CI കൈവിട്ടു, ചൂഷണം ചെയ്തു. VV ബെന്നി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു, കൈവിട്ടു. ഒടുവിൽ SP ഏമാൻ തന്നെ അവരുടെ രഹസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി 2 തവണ ചൂഷണം ചെയ്യുകയും ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് കാഴ്ചവെക്കാൻ പറയുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു ഈ യുവതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരാതികൾ ഉണ്ടായിരുന്നു സുജിയ, പരാതികൾ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ DYSP ബെന്നിക്ക് ഈ ചൂഷണത്തെക്കുറിച്ച് പരാതി കൊടുത്തു. പക്ഷേ ഒരക്ഷരം VV ബെന്നി മിണ്ടിയില്ല എന്ന് മാത്രമല്ല, അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി VV ബെന്നിയും തയ്യാറായി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെളിവുകളെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇവരുടെ ഫോണിലെ എല്ലാ വിവരങ്ങളും ഈ പറയുന്ന 2 ഉദ്യോഗസ്ഥരും SP യും VV ബെന്നിയും മായ്ച്ചു കളഞ്ഞു. അവരുടെ പേഴ്സണൽ നമ്പർ എന്നാണ് വിളിക്കുന്നത്. അവരുടെ
പേഴ്സണൽ നമ്പർ എന്നാണ് വാട്സപ്പ് ചാറ്റുകൾ. അതെല്ലാം ഇവർ രണ്ടുപേരും ഫോൺ കൈക്കലാക്കി അതാത് സമയങ്ങളിൽ പൂർണ്ണമായി ഡിലീറ്റ് ചെയ്ത് ഫോണിൽ നിന്നുള്ള എല്ലാ തെളിവുകളും ഇല്ലാതാക്കിയായിരുന്നു ഇതെല്ലാം ചെയ്തതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർന്നില്ല സുജയ, ഇതിൽ സുജിത് ദാസ് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരണം, അതിലേക്ക് ഞാൻ കണ്ടമാനം പണം നിക്ഷേപിച്ചു തരാം, അതിൽ നിങ്ങൾ ആവശ്യമുള്ളതൊക്കെ എടുത്തോളൂ, ബാക്കി എനിക്ക് തിരിച്ചു തരണം. അത് കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ ഒരു സൂചനയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തയുമായി ബന്ധമുള്ളതാണത്. വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്. ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ പരാതിയുമായി എത്തുന്ന സ്ത്രീകളെ ഇതുപോലെ ചൂഷണം ചെയ്ത ശേഷം അവരുടെ അക്കൗണ്ട് നമ്പറുകൾ വാങ്ങി അതിൽ പണം നിക്ഷേപിക്കുന്നുണ്ടോ എന്ന് ഇനിയിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്തേണ്ടി വരും. CI വിനോദും ഗുരുതരമായ പല കുറ്റങ്ങൾ ഉൾപ്പെടുന്ന വെളിപ്പെടുത്തലാണ്. ഒരു ലൈംഗികാതിക്രമ പരാതി എന്നതിനപ്പുറം പരാതിയുമായി ഒരു പോലീസ് സംവിധാനത്തെ സമീപിച്ച സ്ത്രീയെയാണ് ചൂഷണം ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യം CI മുതൽ ഇങ്ങോട്ട് ഓരോരുത്തരും എങ്ങനെയാണ് തന്നെ ചൂഷണം ചെയ്തത് എന്നുള്ളത് അവർ കൃത്യമായി പറയുന്നുണ്ട്. പൊന്നാനി CI ആയിരുന്ന വിനോദിൽ തുടങ്ങി SP സുജിത് ദാസിൽ എത്തി നിൽക്കുന്ന ആ ഒരു ശൃംഖലയെക്കുറിച്ച് SP-യും DYSP-യും CI-യും പീഡിപ്പിച്ചതിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ഇതിൽ DYSP-യും അതുപോലെ തന്നെ CI-യും ഇവരുടെ വീട്ടിലെത്തിയാണ് അതിക്രമം കാട്ടിയിരിക്കുന്നത്. ഇതെല്ലാം വിവിധ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാവുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഇവരുടെ പരാതിയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും സർക്കാർ നിലപാട് എന്നതും അറിയേണ്ടിയിരിക്കുന്നു. സർക്കാരിന് മുന്നിലേക്ക് പൊതുജന സമക്ഷം റിപ്പോർട്ടർ വെക്കുകയാണ് അതിജീവിതയുടെ വെളിപ്പെടുത്തൽ. കേൾക്കൂ സർക്കാർ.